ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? കിച്ചു മിനിഞ്ഞാന്നിട്ട വീഡിയോ നല്ലോണം വൈറലായിട്ടുണ്ടായിരുന്നു. അമ്മനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ. പക്ഷെ ഞാൻ അന്നും ഇന്നും രേണുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം ഇന്ന് രേണുവിന് അടുത്ത സുഹൃത്തും അതുപോലെ രേണുവിൻ്റെ കൂടെ അഭിനയിച്ചൊരു വ്യക്തിയുമായി വന്ന ഒരാള് ഉം, ആ, ഒരു കാര്യം ഇപ്പൊ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത്. അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് അത്ര ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇത് കാരണമാണ് എനിക്ക് വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഇത്തിരി സ്ട്രോങ് ആയ ഒരു ലേഡി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിപ്പോയി. കിച്ചു ഇട്ട വീഡിയോക്ക് മനം തന്നാണ് അത്ര ഇത് ചെയ്തത്. നമുക്കൊന്ന് ഈ വ്യക്തി പറയുന്നൊന്ന് കേട്ടോക്കാം. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറിയൊന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവളുടെ മൂത്ത മകനെ അവകാശപ്പെടുന്ന ഒരു പാലനാറിയുണ്ട്, അവൻ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഞാൻ നാളെ കുറേ ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലിൽ അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്ന എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നേരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടുപോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനം പറയണം. വേറെ നാറിയമാണ്. ഉള്ള കാര്യം പറയില്ല. ഇവനെ കുത്തി പിടിച്ചോണ്ട് നടക്കില്ല കേട്ടോ. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് പറയും ഇവനെ കുത്തി പിടിച്ചോണ്ട് നടക്കില്ല. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേശ് ചേച്ചിനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുക്കണം അറിയും. എനിക്ക് അറിയാൻ നേരിട്ട് പരിചയമില്ല. എനിക്ക് പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ട ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കല്ലേ ഗൈസ്? നിങ്ങൾ കേട്ടില്ലേ കിച്ചുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവവും പറയുന്നുള്ളത്? കാരണം രേണുവിനെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്നത്. എന്താ പറയാ, കിച്ചു ഞാൻ ഇതുവരെ എന്താ പറയാ, ഇനി എങ്ങനെ വീഡിയോ ഇട്ടാലും അമ്മനെ സ്നേഹിക്കുന്നതല്ല, അമ്മനെ ഇഷ്ടപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ രേണുവിന്റെ ഭാഗത്ത് മാത്രമേ കൂടുള്ളൂ. കാരണം ഇതുവരെയും അവള് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ കിച്ചുനെ. എന്താ പറയാ, സബ്സ്ക്രിപ്ഷനായാൽ പോലും അതുപോലെ വീഡിയോ എന്ത് വേല ചെയ്തിട്ടായാലും കൂലി കിട്ടിയാൽ ഒരു വിഹിതം കിച്ചുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മനംനൊന്താണ് അവര് രേണു പറയുന്നുള്ളത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു സ്ത്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇയാള് പറയുന്ന ബാക്കി കൂടി കേട്ടോക്കാം. എന്ന് പറയുന്ന ഒരുത്തൻ അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കരുത്. എന്നിരുന്നു അപ്പൊ കിച്ചുവിന് പറയുന്നത് കേട്ടല്ലോ. എന്തായാലും രേണുവിനൊന്നും പറ്റാതിരിക്കട്ടെ, ഫാനിൽ തൂങ്ങി എന്നാണ് പറയുന്നത്. സുഖം പ്രാപിച്ചിട്ട് തിരിച്ചു വരട്ടെ, നല്ലൊരു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കുക രേണുവിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ്. എന്റെ വീഡിയോ ഇത്രയുള്ളൂ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.